പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ അമ്മുവിന് ചികിത്സ നൽകുന്നതിൽ വീഴ്ച വരുത്തിയത് അന്വേഷിക്കണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. മരണത്തിൽ കോളേജ് അധികൃതരുടെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പിന്നീട് ഗവർണർക്കും പരാതി നൽകും. അതേസമയം അറസ്റ്റിലായ പ്രതികളുടെ പോലീസ് കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നു. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നു. രശ്മി, ഈ പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകളാണ് നിലനിൽക്കുന്നത്. അതിൻ്റെ കേസിൻ്റെ നടപടികൾ അത് മുമ്പോട്ട് പോകുന്നു. അതുകൂടാതെ അവരുടെ മാതാപിതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് പരാതി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾ രശ്മി. വിനോദ്, ഇന്ന് അമ്മുവിൻ്റെ അച്ഛനും അതോടൊപ്പം തന്നെ സഹോദരനും മുഖ്യമന്ത്രിയെ കാണും. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ കാണുന്നത്. ഇവർ പ്രധാനമായും ഈ കത്തിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ചികിത്സ വൈകിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് അമ്മു കെട്ടിടത്തിന് മുകളിൽ നിന്ന് നിലത്ത് വീണതിന് ശേഷം പിന്നീട് ചികിത്സ നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ്. ഈ ആംബുലൻസിൽ കൃത്യമായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം കേസുകളിൽ ചികിത്സ നൽകേണ്ടതുണ്ട്. പക്ഷേ അതിൽ വലിയ രീതിയിൽ താമസം ഉണ്ടായി. ഏറ്റവും അടുത്താണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഉള്ളത്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാതെ ഇത്രയും ദൂരമുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എന്തിനാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഈ കുടുംബം ചോദിക്കുന്ന ഒരു കാര്യം. മാത്രമല്ല, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്ന വിഷയം ആ ബന്ധുക്കൾ, അച്ഛനായ സജീവനോ അല്ലെങ്കിൽ സഹോദരൻ അഖിലിനെയോ ഒന്നും തന്നെ അറിയിച്ചിരുന്നതും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ ഒരു അന്വേഷണം, ഈ ചികിത്സ വൈകിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം കൃത്യമായി അന്വേഷിക്കണം, നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇക്കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ഡൽഹിയിലാണ്. അദ്ദേഹം തിരിച്ച് എത്തിയതിനു ശേഷം 5-ാം തീയതിയോടുകൂടി തിരിച്ചെത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. തിരിച്ചെത്തിയതിനു ശേഷം ഈ കോളേജ് അധികൃതരുടെ വീഴ്ച സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർക്ക് പരാതി നൽകും എന്നുള്ളതും കുടുംബം അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ കോളേജ് അധികൃതരോട് പലതവണ ഈ കാര്യങ്ങൾ, അതായത് ഈ സഹപാഠികളുടെ ഭാഗത്ത് നിന്നും അമ്മുവിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി കോളേജ് അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. അവർ കൃത്യമായൊരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്ന ഒരു കാര്യം. ആ കാര്യത്തിൽ പല വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായി അവർക്ക് താക്കീത് നൽകിയതിൽ ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ അമ്മുവിനെ നിരന്തരം ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കില്ലായിരുന്നു. ഏതായാലും കോളേജ് അധികൃതരുടെ വീഴ്ച സംബന്ധിച്ച് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കത്ത് നൽകുക. അത് അദ്ദേഹം മടങ്ങിയെത്തിയതിനു ശേഷമായിരിക്കും. ഇന്ന് ഏതായാലും മുഖ്യമന്ത്രിയെ കുടുംബം കാണുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. വിനോദ്. രശ്മി, കഴിഞ്ഞ ദിവസം ABVP വീണ ജോർജിന്റെ ഓഫീസിലേക്ക് പത്തനംതിട്ടയിൽ മാർച്ച് നടത്തിയിരുന്നു. പലതരം ആവശ്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ വിദ്യാഭ്യാസ ബന്ധം നടത്തുന്നു പത്തനംതിട്ടയിൽ. അതെ, കാരണം ഈ അമ്മുവിന് കൃത്യമായ ചികിത്സ ലഭിച്ചിട്ടില്ല എന്ന ഒരു ആരോപണം ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. കാരണം അത് വെറും ഒരു ആരോപണമായി തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ. രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നു. പ്രാഥമിക ഘട്ടത്തിലുള്ള ചികിത്സ പോലും നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു വീഴ്ച അവിടെ സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. മാത്രവുമല്ല, ഈ കുടുംബം ഹോസ്റ്റൽ അധികൃതർക്കെതിരെയും ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ഇപ്പോൾ നടന്നു വരികയല്ലേ? അന്വേഷണം നിലവിൽ നടന്നു വരുന്നുണ്ട്. പക്ഷേ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട, അതായത് സഹപാഠികളായിട്ടുള്ള മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുകയും മറ്റ് നടപടികളിലേക്കൊക്കെ കടക്കുകയും ചെയ്തു. പക്ഷേ ഇനി തുടർന്നുള്ളവരുമുണ്ട്. മാത്രമല്ല, ഈ ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തു നിന്നും പലതരത്തിൽ പല ദുരൂഹതകളാണ് ഈ കേസുമായി നിലനിൽക്കുന്നത്. അത് ഇതുവരെയും അതിന്റെ ചുരുൾ അഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ഒരു കൃത്യത വേണം, വ്യക്തത വേണം. കൂടുതൽ പേരെ ചോദ്യം ചെയ്താൽ മാത്രമേ അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് കുടുംബം പറയുന്ന ഒരു കാര്യം. ഈ ചികിത്സ വൈകിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് സാധാരണയായി തന്നെ ഒരാൾ നിലത്ത് വീഴുമ്പോൾ അതിന്മേൽ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് അയാൾക്ക് അടിയന്തരമായി ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അതിനുശേഷമാണ് മറ്റൊരു സ്ഥലത്തിലേക്ക് റെഫർ ചെയ്യേണ്ടത്. പക്ഷേ അമ്മുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്തുള്ള നല്ല ആശുപത്രികളുണ്ട്. അവിടെയൊന്നും അമ്മുവിന് ചികിത്സ നൽകിയില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വളരെ പെട്ടെന്ന് കൊണ്ടുപോകാമായിരുന്നു. അവിടെയും കൊണ്ടുപോയില്ല. കൊണ്ടുവന്നത് ഇത്രയും ദൂരെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ്. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മു മരണപ്പെട്ടു എന്നുള്ളൊരു വിവരമാണ് കുടുംബം അറിയുന്നത്. അപ്പോൾ ആരാണ് ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം നൽകിയത്? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചത്? ആംബുലൻസിൽ പോലും അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ മനഃപൂർവ്വമാണോ, ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ, എന്താണ് ശരിക്കും സംഭവിച്ചത്? ഏതായാലും അക്കാര്യങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ് കുടുംബം ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടുന്നത്.
ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ABVP അടക്കം കഴിഞ്ഞ ദിവസം ശക്തമായ പ്രതിഷേധം ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. അതും ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ്. അതൊരു ദുരൂഹതയെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട്. ഏതായാലും കുടുംബം പറയുന്നത് ഒരു വിശദമായിട്ടൊരു അന്വേഷണത്തിലേക്കൊക്കെ കടക്കണം എന്നുള്ളതാണ്. കൂടുതൽ വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കോളേജ് അധികൃതരിലേക്കും അതോടൊപ്പം തന്നെ ഹോസ്റ്റലിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കണം എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. ദേവിക.